വെൽക്കം ടു ഫാർമ ഫോക്കസ്. ഈ ചാനലിൽ ബിഫാം ക്ലാസുകൾ മലയാളത്തിൽ ഈസിയായി എക്സ്പ്ലെയിൻ ചെയ്യുന്നു. സിലബസ് ബേസ്ഡ് എക്സ്പ്ലനേഷൻ ആണ്. ഇതുപോലത്തെ ഹെൽപ്ഫുൾ കണ്ടന്റ്സിന് വേണ്ടി പ്ലീസ് ടു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ഇന്ന് നമ്മൾ ബിഫാം 7th സെമസ്റ്റർ NDDS എന്ന സബ്ജക്റ്റിൽ പുതിയൊരു ചാപ്റ്ററായിട്ട് ഗ്യാസ്ട്രോ റിട്ടൻറ്റീവ് ഡ്രഗ് ഡെലിവറി സിസ്റ്റം, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. ആ ഒരു ചാപ്റ്ററാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ് മുതൽ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് നമുക്ക് എന്താണ് ഗ്യാസ്ട്രോ റിട്ടൻറ്റീവ് ഡ്രഗ് ഡെലിവറി സിസ്റ്റം നോക്കാം. GRDDS. ഗ്യാസ്ട്രോ റിട്ടൻറ്റീവ് ഡ്രഗ് ഡെലിവറി സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോവൽ ഫോർമുലേഷൻ സിസ്റ്റം ആണ്. അത് ഗ്യാസ്ട്രിക് റിട്ടൻഷൻ ടൈമിനെ പ്രൊലോങ് ചെയ്തിട്ട് ടാർഗറ്റ് സ്പെസിഫിക് ഡ്രഗ് റിലീസ് അപ്പർ പാർട്ട് ഓഫ് ദി സ്റ്റൊമക്കിൽ എൻഷുർ ചെയ്യുന്നുണ്ട്. ഇത് ലോക്കൽ അല്ലെങ്കിൽ സിസ്റ്റമിക് തെറാപ്യൂട്ടിക് എഫക്റ്റ് അപ്പർ GI ട്രാക്റ്റിൽ അച്ചീവ് ചെയ്യുന്നുണ്ട്. അതാണ് ഇതിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത്. ഗ്യാസ്ട്രിക് റിട്ടൻഷൻ പ്രൊലോങ് ചെയ്യുന്നുണ്ട്. എങ്ങനെ? ഡ്രഗ് നമ്മുടെ സ്റ്റൊമക്കിൽ എക്സ്റ്റെൻഡ് ടൈം കുറേ നേരം അതിനെ റീറ്റെയിൻ ചെയ്തുകൊണ്ട് ഗ്യാസ്ട്രിക് റിട്ടൻഷൻ ടൈമിനെ പ്രൊലോങ് ചെയ്യാം. അതല്ലെങ്കിൽ ഡ്രഗിന് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ GI ഫ്ലൂയിഡിൽ ഫ്ലോട്ട് ചെയ്തിട്ട് അങ്ങനെ ഡിസിൻറ്റഗ്രേഷൻ ടൈമും ഇൻക്രീസ് ചെയ്യും. ഇത് GI റെസിഡൻസ് ടൈം ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെയിൻലി ഈ ഒരു സിസ്റ്റം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതേപോലെ സൈറ്റ് സ്പെസിഫിക് ഡ്രഗ് റിലീസ് അത് ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ബെറ്റർ ബയോ അവൈലബിലിറ്റിയും തെറാപ്യൂട്ടിക് ആക്ഷനും കാണിക്കുന്നുണ്ട്. അപ്പോൾ GRDDS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോവൽ ഫോർമുലേഷൻ സിസ്റ്റം ആണ്. ഗ്യാസ്ട്രിക് റിട്ടൻഷൻ ടൈം പ്രൊലോങ് ചെയ്യാനും ടാർഗറ്റ് സ്പെസിഫിക് ഡ്രഗ് റിലീസ് അപ്പർ പാർട്ട് ഓഫ് ദ സ്റ്റൊമക്കിൽ എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടുമാണ് ഇത് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മെയിൻ പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോക്കൽ അല്ലെങ്കിൽ സിസ്റ്റമിക് തെറാപ്യൂട്ടിക് എഫക്റ്റ് അത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മെക്കാനിസം എങ്ങനെയാണ്? അത് GI റിട്ടൻഷൻ ടൈമിന് പ്രൊലോങ് ചെയ്യുന്നുണ്ട്. എങ്ങനെ? നമ്മുടെ ഡ്രഗിന് ഒരുപാട് നേരം എക്സ്റ്റെൻഡ് ടൈം സ്റ്റൊമക്കിൽ റീറ്റെയിൻ ചെയ്തുകൊണ്ട്. അതുപോലെ GI ഫ്ലൂയിഡിൽ ഡ്രഗിനെ ഫ്ലോട്ട് ചെയ്തിട്ട് അങ്ങനെ ഡിസിൻറ്റഗ്രേഷൻ ടൈം ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. മെയിൻ ഗോൾ എന്ന് പറഞ്ഞാൽ GI റെസിഡൻസ് ടൈം ഇൻക്രീസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അത് സൈറ്റ് സ്പെസിഫിക് ഡ്രഗ് റിലീസിനെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. ബെറ്റർ ബയോ അവൈലബിലിറ്റിയും തെറാപ്യൂട്ടിക് ആക്ഷനും പ്രൊവൈഡ് ചെയ്യും. അടുത്തത് ഈ GRDDSൻ്റെ അഡ്വാൻറ്റേജസ് ആണ്. അത് നാരോ അബ്സോർപ്ഷൻ വിൻഡോ ഉള്ള ഡ്രഗ്സിൻ്റെ അബ്സോർപ്ഷൻ എൻഹാൻസ് ചെയ്യുന്നുണ്ട്. എക്സാമ്പിളാണ് ഈ പെപ്റ്റിക് അൾസറിൻ്റെ ഒക്കെ ലോക്കൽ ആക്ഷൻ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. എൻഹാൻസ് ബയോ അവൈലബിലിറ്റി ഓഫ് ഡ്രഗ്സ് ദാറ്റ് ആർ റാപ്പിഡ്ലി അബ്സോർബ്ഡ് ഇൻ GITയിൽ റാപ്പിഡ്ലി അബ്സോർബ് ചെയ്യുന്ന ഡ്രഗ്സിൻ്റെ ബയോ അവൈലബിലിറ്റി എൻഹാൻസ് ചെയ്യുന്നുണ്ട്. എക്സാമ്പിളാണ് അമോക്സിസിലിൻ, കാപ്റ്റോപ്രിൽ, സിപ്രോഫ്ലോക്സാക്സിൻ, സൈക്ലോസ്പോറിൻ, റാനിറ്റിഡിൻ. പിന്നെ ഡോസിങ് ഫ്രീക്വൻസി റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ തെറാപ്യൂട്ടിക് എഫിക്കസി ഓഫ് ഡ്രഗ്സ് ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്. ഡ്രഗ് ബയോ അവൈലബിലിറ്റി ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുവർ ആസിഡ് സൊലുബിലിറ്റി ഉള്ള ഡ്രഗ്സിന് ഇത് സ്യൂട്ടബിൾ അല്ല. എക്സാമ്പിളാണ് ഫെനിറ്റോയിൻ. പിന്നെ ആസിഡിക് pHൽ അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഡ്രഗ്സിന് ഇത് സ്യൂട്ടബിൾ അല്ല. എറിത്രോമൈസിൻ. GI ഇറിറ്റേഷൻസ് അല്ലെങ്കിൽ ലെഷൻസ് ഡ്യൂറിങ് സ്ലോ റിലീസ് കോസ് ചെയ്യുന്ന ഡ്രഗ്സിന് അൺസ്യൂട്ടബിൾ ആണ്. എക്സാമ്പിളാണ് NSAIDയും ആസ്പിരിൻ. പിന്നെ കോളനിൽ അബ്സോർബ് ചെയ്യുന്ന ഡ്രഗ്സിൽ അത് എഫക്റ്റീവ് അല്ല. എക്സാമ്പിളാണ് കോർട്ടിക്കോസ്റ്റിറോയിഡ്. GITയിൽ വെൽ അബ്സോർബ് ചെയ്യുന്ന ഡ്രഗ്സിൽ അത് ഇൻഎഫക്റ്റീവാണ്. ഐസോസോർബൈഡ് ഡൈനൈട്രേറ്റും നിഫിഡപ്പിൻ. പിന്നെ ഫ്ലോട്ടിംഗ് സിസ്റ്റത്തിന് ഒരു ഹൈ ഫ്ലൂയിഡ് ലെവൽ സ്റ്റൊമക്കിന് ആവശ്യമുണ്ട് പ്രോപ്പർലി ഫങ്ഷൻ ചെയ്യാൻ. ഇതൊക്കെയാണ് മെയിൻലി ഈ GRDDSൻ്റെ ഡിസഡ്വാൻറ്റേജസ്. അപ്പോൾ നമ്മൾ എന്താണ് ഗ്യാസ്ട്രോ റിട്ടൻറ്റീവ് ഡ്രഗ് ഡെലിവറി സിസ്റ്റം, അതിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും നോക്കി. ഇനി ഈ ഒരു ഗ്യാസ്ട്രോ റിട്ടൻറ്റീവ് ഡ്രഗ് ഡെലിവറി സിസ്റ്റത്തിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഡ്രഗ്സ് ഏതാണ്, സ്യൂട്ടബിൾ അല്ലാത്ത ഡ്രഗ്സ് ഏതാണ് നോക്കാം. ഫസ്റ്റ് നമുക്കിതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഡ്രഗ്സ് ആണ് ലോക്കലി ആക്റ്റീവ് ഡ്രഗ്സ് ഇൻ സ്റ്റൊമക്ക്. അതായത് എക്സാമ്പിളാണ് മിസോപ്രോസ്റ്റോളും ആൻറ്റാസിഡ്സും. പിന്നെ നാരോ അബ്സോർപ്ഷൻ വിൻഡോ GITയിലുള്ള ഡ്രഗ്സ് ഫ്യൂറോസമൈഡും റൈബോഫ്ലാവിനുമാണ് എക്സാമ്പിൾ. പിന്നെ ഇൻഡസ്റ്റൈനൽ അല്ലെങ്കിൽ കൊളോണിക് ഫ്ലൂയിഡ്സിലൊക്കെ അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഡ്രഗ്സ് കാപ്റ്റോപ്രിൽ, ബെട്രോനിഡസോൾ. ആൻറ്റിബയോട്ടിക്സ് ദാറ്റ് കിൽ മൈക്രോബിയൽ ഫ്ലോറ ഇൻ ഇൻഡസ്റ്റൈൻ. എക്സാമ്പിൾ ബ്രോഡ് സ്പെക്ട്രം ആൻറ്റിബയോട്ടിക്സും. പിന്നെ ഹൈ pHൽ ലോ സൊലുബിലിറ്റി കാണിക്കുന്ന ഡ്രഗ്സ് ഡയസപ്പാം, വെറാപ്പമിൽ. ഇതിന് സ്യൂട്ടബിൾ അല്ലാത്ത ഡ്രഗ്സ് എന്ന് പറഞ്ഞാൽ ലിമിറ്റഡ് ആസിഡ് സൊലുബിലിറ്റി ഉള്ള ഫെനിറ്റോയിൻ പോലത്തെ ഡ്രഗ്സ്. പിന്നെ GITയിൽ അൺസ്റ്റേബിൾ ആണ്, പക്ഷേ ലോവർ GITയിൽ ഇൻറ്റൻറ്റ് ചെയ്യുന്ന, അതായത് കോളത്തിലും രക്തത്തിലൊക്കെ ഇൻറ്റൻറ്റ് ചെയ്യുന്ന ഡ്രഗ്സ്. എക്സാമ്പിളാണ് അമിനോ സാലിസിലിക് ആസിഡും 5 അമിനോ സാലിസിലിക് ആസിഡും കോർട്ടിക്കോസ്റ്റിറോയിഡ്സും. അപ്പോൾ ഇതാണ് ഡ്രഗ്സ് GRDDSന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഡ്രഗ്സും സ്യൂട്ടബിൾ അല്ലാത്ത ഡ്രഗ്സും നോക്കി. ഇനി അടുത്തതാണ് ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ഗ്യാസ്ട്രിക് റിട്ടൻഷൻ ഓഫ് ഡോസേജ് ഫോം. അപ്പോൾ ഈ ഒരു GRDDSനെ എഫക്റ്റ് ചെയ്യുന്ന ഒരു ഗ്യാസ്ട്രിക് റിട്ടൻഷന് വേണ്ടിയിട്ട് എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്?
4 ഫാക്ടേഴ്സാണുള്ളത്. ഫസ്റ്റ് വൺ ആണ് ഡെൻസിറ്റി ഓഫ് ഡോസേജ് ഫോം. ഇത് GI റിട്ടൻഷനെ നല്ല പോലെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഡോസേജ് ഫോമിൻ്റെ ലൊക്കേഷൻ്റെയും അതിൻ്റെ തെറാപ്യൂട്ടിക് എഫക്റ്റിനെയൊക്കെ അത് ഡിറ്റർമിൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. GI ഫ്ലൂയിഡിനെക്കാട്ടിലും ഗ്യാസ്ട്രിക് ഫ്ലൂയിഡിനെക്കാട്ടിലും ഡെൻസിറ്റി കൂടുതലുള്ള ഡ്രഗ്സ് ആണെങ്കിൽ അത് സിങ്ക് ചെയ്യുന്നുണ്ട്. സോ ഡോസേജ് ഫോം മുങ്ങിപ്പോവും. അപ്പോൾ ഡോസേജ് ഫോമിൻ്റെ ഡെൻസിറ്റി ഏകദേശം എത്രയായിരിക്കണം? 1.0 gram per cm³ താഴെ ആയിരിക്കണം. എന്നാലാണ് GI ഫ്ലൂയിഡിൽ അത് ഫ്ലോട്ട് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ സിങ്ക് ചെയ്ത് പോവും. അടുത്ത ഫാക്ടറാണ് ഷേപ്പ് ആൻഡ് സൈസ് ഓഫ് ഡോസേജ് ഫോം. അത് റിട്ടൻഷൻ ടൈമിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ലാർജർ ഡോസേജ് ഫോംസ് ആണെങ്കിൽ അതിന് ലോങ്ങർ റിട്ടൻഷൻ ടൈം ആയിരിക്കും. കാരണം എന്താ? അതിന് പൈലോറസിലൂടെ പാസ് ചെയ്യുന്നത് റെസ്ട്രിക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പ്രിഫേർഡ് സൈസ് എത്രയായിരിക്കണം? 7.5 to 9.9 mm ആയിരിക്കണം പ്രിഫേർഡ് സൈസ്. അതുപോലെ റിംഗ് ആൻഡ് ടെട്രാഹൈഡ്രൻ ഷേപ്പ് ആണെങ്കിൽ ബെറ്റർ ഗ്യാസ്ട്രിക് റിട്ടൻഷൻ അത് കാണിക്കുന്നുണ്ട്. അടുത്ത ഫാക്ടറാണ് നേച്ചർ ഓഫ് ഫുഡ് ഇൻടേക്ക്. അപ്പോൾ ഫുഡ് നമ്മൾ കഴിക്കുന്ന ഫുഡിൻ്റെ വിസ്കോസിറ്റി, വോളിയം, കലോറിക് വാല്യൂ, ഫീഡിംഗ് ഫ്രീക്വൻസി ഒക്കെ റിട്ടൻഷൻ ടൈമിനെ എഫക്റ്റ് ചെയ്യും. സ്റ്റൊമക്കിൽ പ്രസൻസ് ഓഫ് ഫുഡ് ഉണ്ടെങ്കിൽ അത് ഗ്യാസ്ട്രിക് റിട്ടൻഷൻ ടൈം ഇൻക്രീസ് ചെയ്ത് ഡ്രഗ് അബ്സോർപ്ഷനെ ഇൻക്രീസ് ചെയ്യും. ആസിഡിക് ആൻഡ് ഹെവി മെറ്റൽസ് ഒക്കെയാണ് നമ്മൾ എടുത്തിരിക്കുന്നതെങ്കിൽ അത് ഗ്യാസ്ട്രിക് എംപ്റ്റിയിങ്ങിനെ ഡിലേ ചെയ്യുകയാണ് ചെയ്യുക. ഇനി മിസലേനിയസ് ഫാക്ടേഴ്സ് ഉണ്ട്. ഇപ്പോൾ ജെൻഡറും ഏജൊക്കെ അതിൽ വരും. ജെൻഡർ എന്ന് പറഞ്ഞാൽ ഫീമെയിലിന് ജനറലി ലോ ഗ്യാസ്ട്രിക് എംപ്റ്റിയിങ് ആയിരിക്കും. ഏജിൻ്റെ കേസിൽ എൽഡർലി ഇൻഡിവിജ്വൽസിനാണെങ്കിലും ഡിലേഡ് ഗ്യാസ്ട്രിക് എംപ്റ്റിയിങ് ആയിരിക്കും. ഇത്രയാണ് ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ഗ്യാസ്ട്രിക് റിട്ടൻഷൻ ഓഫ് ഡോസേജ് ഫോം. അപ്പോൾ ഇത്രയും നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കുന്നുള്ളൂ. ചെറിയൊരു ടോപ്പിക്ക് നമ്മൾ എന്താണ് ഗ്യാസ്ട്രോ റിട്ടൻറ്റീവ് ഡ്രഗ് ഡെലിവറി സിസ്റ്റം, അതിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും, ഈ GRD DST സ്യൂട്ടബിൾ ആയിട്ടുള്ള ഡ്രഗ്സ് ഏതാണ്, സ്യൂട്ടബിൾ അല്ലാത്ത ഡ്രഗ്സ് ഏതാണ്, പിന്നെ ഗ്യാസ്ട്രിക് റിട്ടൻഷൻ ഓഫ് ഡോസേജ് ഫോമിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഈ ഒരു ചാപ്റ്റർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഒക്കെ ചോദിക്കാറുണ്ട്. ഇനി ചോദിക്കുന്ന കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്, നമുക്ക് വരുന്ന ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. അൺടിൽ ദെൻ ഹാപ്പി ലേണിംഗ്.